നമസ്കാരം സുഹൃത്തുക്കളെ. ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് അമേരിക്കയിലെ 18 മുതൽ 23 വയസ്സുവരെയുള്ള കുറെ യുവാക്കളുമായിട്ട് ഞാനൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വളരെ ഞെട്ടിപ്പിച്ചു. അവർ പറയുകയാണ്, ചേട്ടാ, ഞങ്ങളുടെ ഭാവി എന്തായാലും അവസാനിച്ചു, വലിയ പ്രതീക്ഷയില്ല. ഭാവി ഏകദേശം തീരുമാനമായി, ഇനി എന്ത് ചെയ്താലും ഒരു കാര്യവുമില്ല, മുന്നോട്ട് പോവുക അസാധ്യമാണ്. സത്യം പറയുന്നത്, ആദ്യം കേട്ടപ്പോൾ എനിക്ക് ചെറിയ അസഹിഷ്ണു തോന്നിപ്പോയി. എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ പറയുന്നത്? ഭാവി ഇല്ല, മുന്നോട്ട് പോവുക അസാധ്യമാണ്. അപ്പൊ ഞാൻ അവരോട് മധുരമായിട്ട് പറഞ്ഞു, അതായത് നിങ്ങൾ പരിശ്രമിക്കണം, ജീവിതത്തിൽ ഇറങ്ങണം, ചിന്തിക്കണം, അങ്ങനെ ഒരു കാര്യമില്ല. അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞ് നെട്ടിപ്പോയി. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ നേരിട്ട് ബാധിക്കുന്നില്ലെങ്കിൽ ഇല്ല എന്നുള്ള ചിന്താഗതിയായിരുന്നു എനിക്ക്. പല കുടുംബങ്ങളിലും ഈ പറയുന്ന പ്രശ്നം കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു. അപ്പനും മകളും തമ്മിൽ നമ്മൾ എപ്പോഴും പറയും, എൻ്റെ മകൻ നിരാശനാണ്, അവൻ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ അവൻ പരിശ്രമിക്കുന്നില്ല, അവൻ കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്നു. കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കുട്ടികൾക്ക് എല്ലാം നമ്മളെക്കാട്ടും വളരെ അധികം ഈ ലോകത്തെ അവർ കാണുന്നു, അവർ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുമായിരിക്കും ലോകം 20 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന്. പക്ഷേ നമ്മുടെ മകനും മകളും ഈ ലോകം 2 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നതിനെ പറ്റി അവർക്ക് വളരെ വ്യക്തമായ ധാരണയുണ്ട്. ഈ തലമുറ ആശങ്കയും നിരാശയും സ്ഥിരമായിട്ടുള്ള മാനസിക ക്ഷീണവും അത് ശരിയായ തെറ്റായ പ്രതികരണമല്ല. അത് ചുറ്റുമുള്ള ലോകം അഴിമതിയാലും അസ്ഥിരതയാലും പ്രശ്നങ്ങളാൽ നിറഞ്ഞിരിക്കുമ്പോൾ ഒരു സ്വാഭാവിക പ്രതികരണം മാത്രമാണ്. എക്സാമ്പിൾ പറഞ്ഞാൽ എയുടെ കാലഘട്ടം തന്നെ എക്സാമ്പിൾ എടുക്കാം. നമുക്ക് എല്ലാവർക്കും വരാം, ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങൾ ഒരിക്കലും ഹൈ പെയ്ഡ് ജോബ്സ്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ന് നാട്ടിൽ ഇന്ത്യയിലാണെങ്കിൽ 90 മുതൽ ഈ 2024 വരെ 25 വരെയുള്ള കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്തിരുന്നത് IT കമ്പനീസ് ആയിരുന്നു. അതായത് ഇൻഫോസിസ്, TCS, ടെക് മഹീന്ദ്ര, അങ്ങനെ ഈ സർവീസ് ബേസ്ഡ് കമ്പനീസ് ആയിരുന്നു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ChatGPT എന്നുള്ള ഓപ്പൺ AI കമ്പനിക്ക് വെറും എംപ്ലോയീസിന്റെ എണ്ണം 250 മുതൽ 500 പേര്. ടെക് മഹീന്ദ്ര അല്ലെങ്കിൽ TCS, ഇൻഫോസിസ്, വിപ്രോ, അവരുടെ എംപ്ലോയി കൗണ്ട് 6 ലക്ഷമാണ്. ലോകത്തെ നിയന്ത്രിക്കുന്ന കമ്പനി 250 പേര് മാത്രമേ ഉള്ളൂ. വരും കാലഘട്ടങ്ങളിൽ ഈ കഴിഞ്ഞ 2025 പാസ് ഔട്ടായ കുട്ടികൾക്കൊന്നും ഇതുവരെ ജോബ് ഓഫർ കിട്ടിയിട്ടില്ല ഈ ടെക് കമ്പനീസിന്. കാരണം അവർക്ക് ആവശ്യം സർവീസ് ബേസ്ഡ് കമ്പനീസ് ആണ്. AI കമ്പനികൾ വരുന്ന കാലഘട്ടത്തിൽ 90% വലിയ ജോലികൾ ഇല്ലാതാക്കും മാറ്റും എന്നുള്ള യാതൊരു സംശയവുമില്ല. അത് നിങ്ങളെക്കാട്ടും കൂടുതൽ കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. ഭാവിയിൽ നല്ല ജോലികൾ കുറയും എന്നുള്ള ഭയം കുട്ടികൾക്കുണ്ട്. AI, റോബോട്ടുകൾ, ഓട്ടോമേഷൻ തുടങ്ങിയവ കാരണം ഉയർന്ന ശമ്പളമുള്ള പല ജോലികളും കിട്ടില്ല എന്നുള്ള യഥാർത്ഥമായ ബോധം കുട്ടികൾക്കുണ്ട്. രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ വിലക്കയറ്റത്തെ പറ്റി അവർക്ക് നല്ല ധാരണയുണ്ട്. ഭാവിയിൽ ഭക്ഷണം പോലുള്ള അടിസ്ഥാന സാധനങ്ങൾ പോലും വളരെ വില കൂടിയതാവാം എന്നുള്ള കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ ജീവിതത്തിൽ ഇപ്പൊ കാണുന്നില്ല ഈ വിലക്കയറ്റത്തെ പറ്റി നിങ്ങളെക്കാട്ടും കൂടുതൽ അവർക്കറിയാം. അതായത് ഈ പറയുന്ന അമേരിക്കൻ ഡ്രീം എന്ന് ഒരു പക്ഷെ എനിക്ക് പറയാൻ സാധിക്കും. ഇവിടുന്ന് അമേരിക്കൻ ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു വീട് വാങ്ങുക, കല്യാണം കഴിക്കുക, കുട്ടികളാവുക, ഒരുമിച്ച് താമസിക്കുക, അത് അസാധ്യമാണ് എന്നുള്ളത് കുട്ടികൾക്ക് വളരെ വ്യക്തമാക്കി അറിയാം. ആസ്തി സ്വന്തമാക്കാൻ സാധിക്കില്ല അടുത്ത തലമുറയ്ക്ക്. അവൻ പറഞ്ഞത് അവർ കുട്ടികളെല്ലാം ഇതെല്ലാം മോണോപ്പൊളി ഗെയിംസായി മാറിയിരിക്കുകയാണ്. അതായത് ഒരു കൂട്ടം ആളുകൾ മാത്രം ലോകത്തിലെ ആസ്തി കൈയടക്കി പിടിച്ചിരിക്കുകയാണ്. അത് വസ്തുവായാലും സ്റ്റോക്ക് മാർക്കറ്റ് ആയാൽ പോലും എല്ലാം വളരെ വില കൂടിയതായി മാറിയിരിക്കുകയാണ്. അതായത് ഒരു തരത്തിലുള്ള പ്രതീക്ഷയില്ല. ഇവിടെ എന്തിനാ അധികം ദൂരം പോകുന്നേ? നമ്മുടെ നാട്ടിൽ നമ്മൾ കാണുന്നതാണ്, നഴ്സുമാര് 40,000 രൂപ ശമ്പളത്തിന് വേണ്ടി, അടിസ്ഥാന ശമ്പളത്തിന് വേണ്ടിയാണ് തെരുവിൽ ചില ചെറിയ ചെറിയ കുട്ടികളാണ്, 25-24 വയസ്സുള്ള കുട്ടികളാണ് അവിടെ തെരുവിൽ ഇരിക്കുന്നത്. ശരിയല്ലേ? എന്തിനു വേണ്ടി? വെറും 40,000 രൂപ ശമ്പളം, അടിസ്ഥാന ശമ്പളത്തിന് വേണ്ടി തെരുവിൽ രാപ്പകൽ ഇരിക്കുകയാണ്. അവരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് കേരളം ഭരിക്കുന്ന സംസ്ഥാന പാർട്ടിയുടെ സെക്രട്ടറി എവിടുന്നോ ഒളിച്ചോടി വന്ന ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്താൻ വേണ്ടി അദ്ദേഹം മുന്നോട്ട് പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ യുവാക്കൾക്ക് ഒരു രൂപയുടെ ഒരു 10 സ്ഥാപനമെങ്കിലും ഉണ്ടാക്കി
ജോലി വാങ്ങിച്ചു കൊടുത്തിട്ട് കല്യാണം നടത്താൻ പോയിരുന്നെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ വേറെ പേര് പറഞ്ഞ് അഭിനന്ദിച്ചേനെ. ശരിയല്ലേ ഞാൻ ചോദിക്കുന്നത്? ഇവരെ കണ്ടുകൊണ്ടാണ് തലമുറ വരുന്നത്. നിങ്ങളുടെ മക്കൾ അലസനാവുന്നതിന് കാര്യം ഇതുകൊണ്ടാണ്. അവർ ധൈര്യശാലിയില്ലാത്ത ഇതുകൊണ്ടാണ്. കാരണം പഠിച്ചിട്ട് എന്താണ് കിട്ടാൻ പോകുന്നത്? പഠിച്ചിട്ട് കിട്ടാൻ പോകുന്നത് ഈ തെരുവിൽ പോയിരിക്കണ്ടേ? PSC ഇല്ല. ഒരു ഡോക്ടർ, എൻ്റെ ഒരു കൂട്ടുകാരൻ ഡോക്ടറാണ്, അവന് 10 നല്ല പ്രായമുണ്ട്, അവസാന ചാൻസ് ആണ്. അവൻ പറയുകയാണ് ഒരു വേക്കൻസിക്ക് അവൻ MD കഴിഞ്ഞ ഡോക്ടറാ, 400 പേരാണ് ഡോക്ടർ അപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. MBBS പഠിച്ച ഡോക്ടർക്ക് ജോലിയില്ല. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് ഇത് നിങ്ങളുടെ ബന്ധങ്ങൾ പോലും നിങ്ങളെ കുട്ടികളെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർ ശ്രമിക്കുന്നില്ല എന്നല്ല, അവർക്കറിയാം ശ്രമിച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ 40,000 രൂപ ശമ്പളം ആവശ്യപ്പെടുന്ന നഴ്സുമാർ എന്തിനു വേണ്ടിയെന്നറിയോ? കോളേജിലെ ഫീസ്, കോളേജല്ല, അവരുടെ ട്യൂഷൻ ഫീ, ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ്. പലർക്കും ഭീമമായിട്ട് ലോൺ ഉണ്ട്. 10-25,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ അവർ മുന്നോട്ട് പോകും? ലോൺ എങ്ങനെയോ അടയ്ക്കും. ശരിയാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ. പിന്നെന്ന് പറയുന്നത് സർക്കാരുകളും സ്ഥാപനങ്ങളും യുവാക്കൾക്ക് യാതൊരു വിശ്വാസക്കുറവുമില്ല. അതായത് 90കളിലൊക്കെ നമുക്കറിയാം, പല അമേരിക്കൻ സർക്കാരുകളിലും പല ഇന്ത്യൻ സർക്കാരിനെയൊക്കെ ഒരു വലിയ ശക്തിയായിട്ട് ജനത കണ്ടിരുന്നു. അതായത് അന്നത്തെ പ്രസിഡന്റുമാരെയും വലിയ കമ്പനികളുടെ സിഇഒമാരെയൊക്കെ മാതൃകയാക്കാൻ വേണ്ടി പലരും ശ്രമിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ജെൻസി, ഈ മില്ലേനിയൽസിന് സർക്കാരുകളിലും വലിയ കമ്പനികളിലും എന്നിവ അഴിമതിയും വിശ്വസിക്കാൻ പറ്റാത്തതെന്ന് അവർക്ക് മനസ്സിലായിരിക്കുകയാണ്. ഇന്നത്തെ ജെൻസി വോട്ട് ചെയ്യാൻ പോകില്ല. ഈ കാണുന്ന നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന അടിയില്ലേ, ഗുസ്തി, ഈ ഗുസ്തി ഈ തലമുറ കൊണ്ട് അവസാനിക്കും. അതായത് ഇന്റർനെറ്റിന്റെ കാലഘട്ടത്തിൽ നേതാക്കന്മാരുടെ തെറ്റുകളും അഴിമതികളും കൂടുതൽ തുറന്നു വരുമ്പോൾ സമൂഹത്തിൽ വിശ്വാസം കുറയുകയാണ്. അതായത് മനസ്സിലാവുന്നുണ്ടോ? അതായത് ഏറ്റവും രണ്ടാമത്തെ കുട്ടികൾ പറയുന്നത് ജെൻസികൾക്ക് ഒരിക്കലും പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ കിട്ടില്ല. സ്വാഭാവികമായിട്ട് സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത്? വിജയമായ, അതായത് പുരുഷൻ ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള, ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് പണമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആണുങ്ങളെയാണ് പെൺകുട്ടികൾക്ക് വേണ്ടത്. അങ്ങനെ വരുമ്പോൾ പുരുഷന്മാരുടെ വലിയൊരു പട്ടിക പുറന്തള്ളപ്പെട്ട് പോവുകയാണ്. അതായത് ജോലി ഉണ്ടായാലും ആണുങ്ങളെ കിട്ടില്ല, പെണ്ണ് കിട്ടില്ല എന്നുള്ള അവസ്ഥയാണ്. എന്തോരം ആണുങ്ങൾ, എന്തോരം യുവാക്കൾ നമ്മുടെ കേരളത്തിൽ പെണ്ണ് കിട്ടാതെ അലയുന്നുണ്ടെന്ന് അറിയാമോ? പ്രശ്നം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ അസന്തുലിതാവസ്ഥയുണ്ട്. കാരണം പെൺകുട്ടികൾക്ക് വേണ്ടത് നല്ല ശമ്പളമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ, പക്ഷെ അവർക്ക് യഥാർത്ഥ ശമ്പളമൊന്നുമില്ല. നമ്മൾ കാണാം ഇൻസ്റ്റഗ്രാമിൽ 28 പെൺകുട്ടിയെ പീഡിപ്പിച്ചു ഒരു തൃശ്ശൂരിലൊരു യുവാവ്. അതിലേക്ക് പുള്ളി വരുന്നില്ല. അപ്പൊ അതായത് ഈ പ്രശ്നം എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ AI, സർക്കാരുകൾ, അഴിമതി, ജോലിയില്ല, പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടില്ല, വിലക്കയറ്റം, ഇതുള്ളപ്പോൾ അവർ ശ്രമിക്കുന്നു, എന്തിനാണ് ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കേണ്ടത്? ശരിയല്ലേ? ഒരു തലമുറ തന്നെ ഈ ശ്രമം ഉപേക്ഷിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നറിയോ? നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പ് ഇല്ലാണ്ടായി പോകും. കാരണം കുട്ടികളെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നില്ല. ഇതിനെ അഡ്രസ് ചെയ്യുന്ന ഒരു സർക്കാരുകൾ പോലും നമുക്കില്ല. ശരിയല്ലേ? ഇതിന് പരിഹാരം കണ്ടെത്തുക എളുപ്പമല്ല. പക്ഷേ ഓരോ മാതാപിതാക്കൾക്കും പരിഹാരം കണ്ടെത്താൻ സാധിക്കണം. നിങ്ങളെ കുട്ടികളെ ശ്രദ്ധിച്ച് കേൾക്കണം. അവർ ആശങ്കകൾ നിങ്ങൾ മനസ്സിലാക്കണം. ജീവിതത്തിലെ കഠിനമായിട്ടുള്ള ഈ ഒരു അവസ്ഥയെ നേരിടാനുള്ള ഒരു മാനസികമായ ശക്തി നിങ്ങൾക്ക് അവർക്ക് കൊടുക്കണം. കുട്ടികൾ എങ്ങനെ ജീവിക്കണം, ഉള്ള പണം കൊണ്ട് എങ്ങനെ ജീവിക്കണം, ആഡംബരമായി ജീവിക്കാതെ ഉള്ളത് കൊണ്ട് ഒരുമിച്ച്, അല്ലെങ്കിൽ ഉള്ളത് കൊണ്ട് ഒരുപോലെ ജീവിക്കാൻ നിങ്ങളെ സ്വയം പര്യാപ്തരാക്കിയേ പറ്റൂ. അതായത് സാമ്പത്തികമായിട്ട് ബോധ്യം, എങ്ങനെ ജീവിക്കണം, അതായത് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു മാതൃക നിങ്ങൾ കുടുംബത്തിൽ കാണിച്ചു കൊടുക്കാതെ കുട്ടികളുടെ തലയിൽ കയറിക്കൊണ്ട് നീ അത് ചെയ്യുന്നില്ല, നീ ചെയ്യാത്തത് കൊണ്ടാണ് നീ ശ്രമിക്കാത്ത എന്നുള്ളതായി പോയിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ബന്ധം, വീട്ടിലെ ബന്ധങ്ങൾ പോലും പോകും. പേഷ്യൻസ് വെച്ചേ പറ്റൂ. ഇത് ഇങ്ങനെ ചിന്തിക്കരുത്, ഞാനൊന്നും കാണുന്നില്ലല്ലോ അതുകൊണ്ട്. ഇന്ന് നിങ്ങളെ കാണാത്തുള്ളൂ, പക്ഷേ ഈ വരുന്ന പുറകിലെ തലമുറ എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പേഷ്യൻസ് വെച്ചേ പറ്റൂ. കുട്ടികൾ ഒരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട്, അതിനൊരു സൊല്യൂഷൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പേഷ്യൻസ് ആയേ പറ്റൂ.